അന്യശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. ഇന്നത്തെ മാതൃഭൂമിയിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മകൾക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ട് ഈ വാർത്തയെ ഒന്ന് വായിക്കാം. കുറച്ച് മാസങ്ങൾ എൻ്റെ മകളും മരുമകനും US-ലുണ്ടായിരുന്നു. എൻ്റെ മരുമകൻ്റെ അമ്മയ്ക്ക് BP കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അവർ രണ്ടുപേരും US-ൽ നിന്ന് തിരിച്ചു വരാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ സുഹൃത്ത് ഒരു നല്ല പാക്കറ്റ് ആ സുഹൃത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനായിട്ട് എൻ്റെ മകളുടെ കയ്യിൽ കൊടുത്തയച്ചു. തിരുവനന്തപുരത്ത് എരൂർക്കടയോ വട്ടിയൂർക്കാവിനടുത്തോ എവിടെയോ ആണ് ഈ സുഹൃത്തിൻ്റെ മാതാപിതാക്കൾ. അവർക്ക് കൊടുക്കാനായിട്ടായിരുന്നു പാക്കറ്റ് എൻ്റെ മകളുടെ അടുത്ത് US-ൽ നിന്ന് റിട്ടേൺ വരുമ്പോൾ കൊടുത്തത്. ഇവിടെ വന്ന് 2-3 ദിവസം കഴിഞ്ഞ് എൻ്റെ മകളും മരുമകനും കൂടി അവരുടെ വീട്ടിലേക്ക് പോയി ഇത് കൊടുക്കാനായിട്ട്. അത് കൊടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും വളരെ ഷാർപ്പായിട്ട് റിയാക്റ്റ് ചെയ്തു. എൻ്റെ മകന് കഴിഞ്ഞ 1 വർഷം 1.5 വർഷമായിട്ട് ഇങ്ങോട്ട് തിരിച്ച് ഞങ്ങളെ വിളിക്കാനുള്ള ഒരു മനസ്സ് പോലും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ക്യാൻസർ രോഗികളാണ്. ഞങ്ങളെ ചികിത്സിക്കാൻ അവർ വരണ്ട, ഞങ്ങളുടെ വേദന പങ്കുവയ്ക്കാൻ അവൻ വരണ്ട. ഏതോ ഞങ്ങളോടുള്ള ദേഷ്യമുള്ളത് മാതിരിയാണ് അവൻ വിളിക്കാതിരിക്കുന്നത്. അവന് ഊണ് കഴിക്കാനും രാത്രി ഉറങ്ങാനും ഓഫീസിലേക്ക് പോകാനുള്ള ഡ്രസ്സ് ചെയ്യാനും കുളിക്കാനും എല്ലാം സമയമുണ്ട്. ഞങ്ങളെ വിളിക്കാൻ സമയമില്ല. അതുകൊണ്ട് മോൾ എന്തിനാ ആവശ്യമില്ലാതെ ഇതൊക്കെ അവൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നത്? ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പൊന്ന് വിളിക്കായിരുന്നില്ലേ? ഞാൻ കൊണ്ടുവരണോ എന്ന് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവനുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സാധനവും ഈ പടിക്കകത്തേക്ക് കയറ്റരുതെന്ന് പറയുമായിരുന്നു എന്ന വേദനയും ദേഷ്യവും ദുഃഖവും കരച്ചിലും കൂടി ചേർന്നിട്ടായി മാതാപിതാക്കൾ പറഞ്ഞത്. ആ മാതാപിതാക്കൾ പറഞ്ഞു, അവൻ ഞങ്ങളെ ചികിത്സിക്കാൻ വരണ്ട, ഞങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കാൻ വരണ്ട, ഞങ്ങളെ അവൻ കാത്ത് സംരക്ഷിക്കേണ്ട, പക്ഷെ ഒന്ന് വിളിച്ചൂടെ? ഇതായിരുന്നു ചോദിച്ചത്. ഇനി ഞാൻ ഇന്നത്തെ മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ ആ വരി ഒന്ന് വായിക്കാം. മകൻ US-ൽ നിന്നെത്തിയപ്പോൾ ഫ്ലാറ്റിൽ അമ്മയുടെ അസ്ഥികൂടം. ഇന്നത്തെ മാതൃഭൂമിയിലാണ് ഇത്. തിരുവനന്തപുരം എഡീഷൻ. ബോംബെയിലെ സംഭവമാണെന്ന് തോന്നുന്നു. അമേരിക്കയിലായിരുന്ന മകൻ 1 വർഷത്തിലേറെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് അമ്മയുടെ അസ്ഥികൂടം അന്തേരി ലോഖണ്ഡ്വാലയിലെ ആഡംബര ഫ്ലാറ്റിൽ വർഷങ്ങളായി തനിച്ച് കഴിയുകയായിരുന്നു ആശ സഹാനി, 63 വയസ്സ്. ശവസംസ്കാരം നടത്താൻ പോലും ആളില്ലാതെ അവരുടെ ശരീരം അഴുകി അസ്ഥികൂടമായി. പ്രമുഖ IT കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ ഋതുരാജ് സഹാനി 20 വർഷമായി ഭാര്യയ്ക്കൊപ്പം അമേരിക്കയിലാണ് താമസം. 4 വർഷം മുമ്പ് അച്ഛൻ മരിച്ചതോടെ അമ്മ ആശ മുംബൈയിലെ ഫ്ലാറ്റിൽ 10ാം നിലയിലെ അപ്പാർട്ട്മെൻറ്റിൽ തനിച്ചായിരുന്നു. ലോഖണ്ഡ്വാലയിലെ സമ്പന്നരുടെ താമസകേന്ദ്രമായ ബെൽസ്കോട്ട് ടവറിലാണ് ഈ വസതി. വർഷത്തിൽ ഒരിക്കലോ മറ്റോ മകൻ അമ്മയെ കാണാൻ നാട്ടിലെത്തും. വലിയ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഋതുരാജ് എത്തിയപ്പോൾ ഫ്ലാറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. മുട്ടി വിളിച്ചിട്ടും തുറക്കാതിരുന്നപ്പോൾ പൂട്ടുപൊളിച്ചകത്ത് കയറി. അപ്പോഴാണ് മുറിയിൽ കസേരയിൽ ഇരിക്കുന്ന രീതിയിൽ അമ്മയുടെ അസ്ഥികൂടം കണ്ടത്. ശരീരം അഴുകിത്തീർന്ന് എല്ല് മാത്രം അവശേഷിച്ചതുകൊണ്ട് ആശ മരിച്ചിട്ട് ആഴ്ചകളായിട്ടുണ്ടാകുമെന്നാണ് പോലീസിൻ്റെ നിഗമനം. 10ാം നിലയിൽ 2 ഫ്ലാറ്റുകളും ആശയുടെ കുടുംബത്തിൻ്റേതായതിനാൽ മൃതദേഹം അഴുകിയ ദുർഗന്ധം അയൽവാസികൾ ആരും അറിഞ്ഞില്ല. താഴെയോ മുകളിലോ താമസിക്കുന്നവരോ വീട്ടുജോലിക്കാരോ ആശയെ അന്വേഷിച്ച് ചെന്നതുമില്ല. അമ്മയോട് അവസാനം ഫോണിൽ സംസാരിച്ചത് എപ്പോഴായിരുന്നു എന്ന ചോദ്യത്തിന് 2016 ഏപ്രിലിലായിരുന്നു എന്നാണ് മകൻ മറുപടി പറഞ്ഞത്. 2016 ഏപ്രിലിലായിരുന്നു എന്നാണ് മകൻ മറുപടി പറഞ്ഞത്. ഞാനത് ഒരിക്കൽ കൂടി വായിക്കേണ്ടല്ലോ. ജോലി തിരക്ക് ഉണ്ടായിരുന്നതിനാലാണ് അമ്മയെ വിളിക്കാത്തതെന്നും ജോലി തിരക്ക് ഇല്ലായിരുന്നതിനാൽ അതിനുശേഷം ജോലി തിരക്കിലായിരുന്നതിനാൽ അതിനുശേഷം അമ്മയുടെ സുഖവിവരം അന്വേഷിച്ചില്ല.
അതായത് 16 മാസക്കാലം ജോലി തിരക്കാണ്. ഈ മനുഷ്യൻ ഭാര്യയുടെ കൂട്ടത്തിൽ താമസിക്കുമ്പോൾ ഊണ് കഴിക്കാൻ ജോലി തിരക്കുണ്ടായിരുന്നില്ല, രാത്രി കിടന്നുറങ്ങാൻ ജോലി തിരക്കുണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ ജോലി തിരക്കുണ്ടായിരുന്നില്ല, ഡ്രസ്സ് ചെയ്ത് ഓഫീസിൽ പോകാനും ഓഫീസിൽ പോയി ഭക്ഷണം കഴിക്കാനും ഇയാൾക്ക് ജോലി തിരക്കുണ്ടായിരുന്നില്ല. എല്ലാത്തിനും ജോലി തിരക്കുണ്ടായിരുന്നില്ല. ജോലി തിരക്കുണ്ടായിരുന്നത് 2-3 മിനിറ്റ് അമ്മയെ വിളിക്കാൻ മാത്രമായിരുന്നു ജോലി തിരക്ക്. ഏതായാലും ആ അമ്മ മകനെ ഇങ്ങനെ ഒരു തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതും മാതൃഭൂമി അത് ഫ്രണ്ട് പേജിൽ, കേരളത്തിലെ സംഭവം അല്ലാതിരുന്നിട്ടും ഫ്രണ്ട് പേജിൽ കൊടുത്തതും എല്ലാ കേരളീയർക്കും അതൊരു മാതൃകയാവട്ടെ. അമ്മയെ വിളിക്കാനും അച്ഛനെ വിളിക്കാനുമാണ് നമുക്ക് ആർക്കും സമയമില്ലാത്തത്. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സമയമില്ല. ഏതായാലും ഈ ചിത്രവും അതുപോലെ തന്നെ വിവരണവും അതിനകത്ത് നല്ല രീതിയിൽ കൊള്ളിച്ചും പറഞ്ഞിരിക്കുന്നത് രസകരമായി. അതേപോലെ പണ്ട് 2-3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും ക്രിസ്ത്യാനികൾ മതം മാറ്റാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ പ്രയോജനം ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ ഏറ്റവും മുകളിൽ BJPയുടെ ഇലക്ഷൻ കാൻഡിഡേറ്റും രാജസ്ഥാനിലെ രജപുത്ര കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് രക്തത്തിളപ്പുള്ളൊരു ഹിന്ദുവിൻ്റെ മകളെ വിവാഹം കഴിക്കുകയും 100% ഹിന്ദുവായി തന്നെ ജീവിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്ത ക്രിക്കറ്റ് താരം എങ്ങനെയാണ് ഒരു പള്ളിക്ക് മുമ്പിൽ വിളക്ക് കത്തിക്കുന്നത് എന്ന്. അതേ സമയത്ത് അദ്ദേഹം തീർച്ചയായിട്ടും എറണാകുളത്തപ്പൻ്റെ അമ്പലയിലും ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലും പോയിട്ടുണ്ടാവും. അത് പറയാതിരിക്കാനും കാണിക്കാതിരിക്കാനും മാതൃഭൂമിയുടെ മതേതരത്വ പേന ചലിപ്പിച്ച വ്യക്തികൾ, മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ മാത്രമായിട്ട് നിലനിൽക്കുന്ന മാതൃഭൂമിക്ക് ശ്രീശാന്ത് ബാക്കി അമ്പലങ്ങളിൽ പോയത് പറയാതിരിക്കാനും പള്ളിയിൽ പോയത് ഫ്രണ്ട് പേജിൽ ഇന്ത്യൻ പ്രസിഡന്റ് അധികാരമേറ്റതിനേക്കാൾ വലിയ രീതിയിൽ ഫോട്ടോ കൊടുക്കാൻ സാധിച്ചതും ആ പത്രക്കാരുടെ ഒരു പ്രത്യേകത. ഇൻഡയറക്ട്ലി ഹിന്ദു ദൈവങ്ങളെക്കാൾ ശ്രീശാന്തിനെ രക്ഷിച്ചത് ക്രിസ്ത്യൻ ദൈവമാണെന്ന് വരുത്തി തീർക്കാൻ എല്ലാ മാധ്യമങ്ങളും പത്രങ്ങളും ശ്രമിക്കുന്ന കൂട്ടത്തിൽ മാതൃഭൂമി അതും കൂടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വിജയിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. ഏതായാലും പത്രമാധ്യമങ്ങളുടെ നന്മകളും തിന്മകളും ഇന്നത്തെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.